പെരുംജീരകം ചേർക്കാം. മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും കൂടെ ചതച്ചതാണ്. നല്ലതുപോലെ ഒന്ന് മുട്ട് മരിയട്ടെ. ഇത് മൂത്ത് നല്ലതുപോലെ ഒരു മണം വരും. ആ സമയത്ത് നമ്മൾ ഒരു നല്ല വലിയ സവാള, ചെറുതാണെങ്കിൽ 2 എണ്ണം, സവാള ഒരുവിധം ബ്രൗൺ ആകണ്ട. ഇതൊന്ന് അതിൻ്റെ കളറ് മാറുമ്പോൾ നമുക്കടുത്ത് തക്കാളി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഏറ്റവും ഒഴിവ് ചേർത്താലും മതി, എങ്കിലും കുറച്ചുകൂടെ ചാറ് ഒക്കെ ടേസ്റ്റ് കിട്ടാനായിട്ട് ആദ്യമേ ഒന്ന് ചേർക്കാം. ഇതിനൊക്കെ ചേർത്ത് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് പ്രഷർ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇത് മഞ്ഞൾപ്പൊടി, അല്പം മഞ്ഞൾപ്പൊടി, അല്പം കുരുമുളക് പൊടി, അല്പം ഗരം മസാലപ്പൊടി. ഇറച്ചി ഒരു കിലോയ്ക്കകമേ ഉള്ളൂ, 1/2 കിലോയ്ക്കുള്ളൂ, 3/4 കിലോയൊക്കെ ഉള്ളൂ. അതിനകത്ത് 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കും. റോസ്റ്റ് ആയതുകൊണ്ട് ഇത് ഉണ്ടാക്കുന്നത് ചിക്കൻ റോസ്റ്റാണ്, അതുകൊണ്ട് അധികം മല്ലിപ്പൊടി വേണ്ട. ഉള്ളി ആവശ്യം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇനി ഇതിനകത്ത് എരിവും പൊടികളൊന്നും ചേർക്കണ്ട. എല്ലാം ആ ചിക്കനും ചേർത്തിട്ടുണ്ട്. ചിക്കൻ കഷ്ണങ്ങൾ ഒരു 3/4 വേവേ ആയിട്ടുള്ളൂ. ബാക്കി ഇതിനകത്ത് കിടന്ന് നമുക്ക് വെന്ത് ചാറ് വറ്റി കഴിയുമ്പോൾ ഒരുപാട് എണ്ണ ചേർക്കേണ്ട, ആവശ്യത്തിന് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ചേർത്തിട്ടുണ്ട്. അത് മതി. ഇച്ചിരി ഒരു രുചിക്കുറവൊന്നും ഉണ്ടാകത്തില്ല. നമ്മൾ റോസ്റ്റിനാകുമ്പോൾ ഇച്ചിരി കൂടുതലൊക്കെ എണ്ണ എല്ലാവരും ചേർക്കും. അത് വേണ്ട. നമുക്ക് എണ്ണയുടെ അളവൊക്കെ ഒന്ന് കുറഞ്ഞിരുന്നാൽ അത്രയും നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ്. ദിവസവും ഇത് കഴിഞ്ഞാൽ പിന്നെ നാളെയും വീണ്ടും നമ്മൾ വിഭവങ്ങൾ ഉണ്ടാക്കണം, എല്ലാത്തിനും വേണമല്ലോ. അപ്പോൾ ഈ സമയത്ത് ഇത് നമുക്ക് അടച്ച് വെച്ച് നമുക്ക് ചിക്കൻ റോസ്റ്റിൻ്റെ കാര്യം എവിടെയായെന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, ആയില്ല. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇത് ഒരു 2 മിനിറ്റ് ഒക്കെ ഇരിക്കട്ടെ. ബാക്കി മസാലകളുമൊക്കെ ഇതുപോലെ കഥയിലൊക്കെ ഒന്ന് കറക്റ്റായിട്ട് എൻ്റെ ഉപ്പും എരിയും പുളിയൊന്നുമില്ല, തക്കാളിയുണ്ടതേ ഉള്ളൂ. വീണ്ടും നമുക്കൊരു അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് കൂടെ വേവിക്കാം. ചിക്കൻ റോസ്റ്റ് ഏകദേശം ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. ഉള്ളി വഴറ്റുന്ന താമസമേ ഉള്ളൂ. പിന്നെ ചിക്കൻ പ്രഷർ കുക്കറിലൊന്ന് വേവിച്ച് വെച്ചാൽ ഏറ്റവും ഈസിയാണ്. ഇപ്പോൾ നമ്മുടെ ഈസിയായിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു.